മകരസംക്രമ പൂജ പുരോഗമിക്കുകയാണ്. ഇന്ന് മകരസംക്രമ പൂജ ശബരിമല സന്നിധാനത്ത് പൂർത്തിയായിരിക്കുന്നു. ശ്രീകോവിലിൽ ദീപാരാധന നടക്കുന്നു. ആ ദീപാരാധന സമയത്ത് ഈ ശബരിമല സന്നിധാനത്തെ മണിനാദങ്ങൾ മുഴങ്ങുന്നു. അത് പാണ്ടിത്താവളത്തും വലിയ നടപ്പന്തലിലും ഒക്കെയുള്ള അയ്യപ്പന്മാരെ വിളിച്ച് അറിയിക്കുകയാണ് ഇവിടെ ദീപാരാധന പൂർത്തിയായിരിക്കുന്നു, മകരസംക്രമ പൂജ പൂർത്തിയായിരിക്കുന്നു, ഏറ്റവും പുണ്യം നിറഞ്ഞ ആ മുഹൂർത്തം പൂർത്തിയായിരിക്കുന്നു. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ മകരസംക്രമ പൂജ നടക്കുന്ന സമയത്ത് ഇപ്പോൾ പമ്പയിൽ നിൽക്കുന്ന അയ്യപ്പന് പോലും അവിടെ ഈ പൂജയിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. ചിലപ്പോൾ അവരെ തടഞ്ഞു നിർത്തിയിരിക്കുകയായിരിക്കും. അവർക്ക് പോലും ഈ പൂജയുടെ ഒരു പൂജ കഴിഞ്ഞു അല്ലെങ്കിൽ മകരസംക്രമ പൂജ പൂർത്തിയായി എന്നുള്ള ഒരു അറിയിപ്പ് ലഭിക്കുക കൂടി ചെയ്യുന്നു. ഈ 18 മലകൾക്ക് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് കാണാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ്. അവിടെ എല്ലാം മലദേവങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് ഈ ഭക്തന്മാരെല്ലാവരും. ഈ 18-ാം പടിയുടെയും ഈ ശ്രീഭൂതനാഥന്റെ ഈ ആസ്ഥാനത്തിന്റെയും ഒക്കെ കാവൽക്കാർ ഭൂതഗണങ്ങളാണ്. ഭഗവാന്റെ ഭൂതഗണങ്ങളെ വിളിച്ചുകൊണ്ടുവരുന്ന ചടങ്ങുകളൊക്കെ ഇനി മകരവിളക്ക് കഴിഞ്ഞാൽ ഈ സന്നിധാനത്ത് നടക്കും. പാണ്ടിത്താവളത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്ന സമയത്ത് ഞാൻ അവിടെ കണ്ട കാഴ്ച, ഭക്തർ ഇപ്പോഴും എല്ലാവരും കൂട്ടം കൂടി ശരണം വിളിക്കുകയാണ്. അത് പ്രത്യേക ഒരു അനുഭവമായിരുന്നു. ഞാൻ വന്നപ്പോൾ ഇന്ന് ഈ മകരസംക്രമ പൂജ നടക്കുന്ന ആ വേളയിൽ എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ ശരണം വിളിക്കുക, വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഇപ്പൊ ഇങ്ങോട്ട് വന്ന സമയത്ത് തന്നെയാണ് ഈ ശബരിമല എന്ന് പറയുന്ന ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. സ്വാമിയെ അയ്യപ്പ, സ്വാമി അയ്യപ്പ, അത് മതി. നമ്മളുടെ ഓഫീസ് ഇവിടുന്ന് പാണ്ടിത്താവളത്ത് എത്ര 108 സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകണം. അപ്പം സാധാരണഗതിയിൽ നമുക്ക് നടന്നു പോകുന്നതിന് അങ്ങനെ പ്രയാസമൊന്നുമില്ല. പക്ഷേ ഇന്നത്തെ ദിവസം നടന്നു പോകണമെങ്കിൽ ഒരു 2 അടി വെക്കണമെങ്കിൽ അത്രയും സമയമെടുക്കും. കാരണം അവിടെ എല്ലാം അയ്യപ്പ ഭക്തർ വിരിവെച്ചിരിക്കുകയാണ്. അവരെ ചവിട്ടാതെ ഒരു ചെറിയ സ്ഥലമുണ്ടാക്കി പാദങ്ങൾ വെച്ച് വേണം നമുക്ക് നടന്നു പോകാനും. അത്രയേറെ അയ്യപ്പ ഭക്തരുടെ തിരക്ക്, അവരുടെ സാന്നിധ്യം ശബരിമല സന്നിധാനത്ത് മകരവിളക്ക് ദിവസമുണ്ട്. എന്തായാലും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്ന് പൂർത്തിയായിട്ടുണ്ട്. ഇനി നമ്മളെയൊക്കെ തന്നെ കാത്തിരിപ്പ്. നമുക്കൊക്കെ അറിയാം തിരുവാഭരണം വരണമെങ്കിൽ 6:15 നമുക്കറിയാം. പക്ഷെ നമ്മൾ തിരുവാഭരണം എവിടെയായി എന്നുള്ള ചോദ്യം ഉണ്ടാവാറുണ്ട്. അതിങ്ങി കൃത്യസമയത്ത് വന്നോളൂന്നേ. അത് വരും. അതിനൊരു നിശ്ചിത സമയക്രമമുണ്ട്, നിശ്ചിത സ്ഥലങ്ങളിൽ സ്വീകരണമുണ്ട്. അത് എവിടൊക്കെ സ്വീകരണം നടത്തിയാലും ആ സ്വീകരണ സ്ഥലങ്ങളിലൊക്കെ എത്രയെത്ര ഭക്തലക്ഷങ്ങൾ തിരുവാഭരണത്തിന്റെ പേടകത്തിൽ നിന്ന് തൊട്ട് തൊഴുത് നിർവൃതി അടയാൻ വന്നാലും അത് കറക്റ്റ് സമയത്തിന് കൃത്യസമയത്തിന് അത് ശനകുത്തിയിലേക്ക് എത്തും. ശനകുത്തിയിൽ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് റെസ്റ്റാണ്. അത് റെസ്റ്റ് എന്ന് വെച്ചാൽ പിന്നീട് അയ്യപ്പന്റെ അടുക്കലേക്ക് ഓടിയെടുക്കാൻ വേണ്ടിയുള്ള തുള്ളി ഉറഞ്ഞാടി ഓടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു റെസ്റ്റാണ്. അതിനുശേഷം 3 കോമരങ്ങൾ തുള്ളി ഉറഞ്ഞാടി വരും. അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ടെന്ന് അറിയാം. എത്രയോ പ്രായമുള്ള ഒരു മനുഷ്യനാണ് ആ പ്രധാനപ്പെട്ട സ്വാമിക്ക്. അതെ, ഈ എനിക്ക് ഏറ്റവും സന്തോഷം അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ആനന്ദം നൽകിയിട്ടുള്ള കാഴ്ച, നമ്മൾ ഈ താഴെ തിരുമുറ്റത്ത് തിരുവാഭരണ പേടകം വരുന്നത് പ്രതീക്ഷിച്ചൊരു നിൽപ്പുണ്ട്. അപ്പോൾ ഇപ്പോൾ വരും. അപ്പോൾ സ്വീകരിക്കാൻ പോയ സംഘത്തിൽ ഓരോരുത്തരായി മടങ്ങി വരും. തീവട്ടികളുടെ ദിവ്യപ്രഭ ദൂരെ കാണും. ചെണ്ടമേളം ആദ്യത്തെ ഒരു ബാച്ച് വരും, കർപ്പൂരാഴി വരും. അപ്പോഴും പേടകം കാണില്ല. അപ്പൊ നമ്മൾ ആലോചിക്കും ദീപാരാധനയ്ക്ക് സമയമായല്ലോ, ഇനി എന്താ വൈകുന്നത്, ഇനിയിപ്പോ ദീപാരാധന വൈകുമോ എന്ന്. പെട്ടെന്നാകും ആ ദീപാരാധനയുടെ മുഹൂർത്തം അടുക്കുന്നതിന് തൊട്ടു മുൻപ് ഒരു മിന്നൽ പിണർ പോലെ ആ 3 പേടകങ്ങൾ സന്നിധാനത്തിന് ആ വലിയ നടപ്പന്തലിന്റെ അങ്ങേയറ്റത്ത് പ്രത്യക്ഷപ്പെടുക. പിന്നെ വരവുണ്ടല്ലോ, അതൊരു അതിവേഗത്തിലുള്ള വരവ്, ഉറഞ്ഞ് ആടി ചുറ്റിത്തിരിഞ്ഞ് വളരെ വേഗത്തിൽ വന്ന് അതിലൊരു പേടകം, പ്രധാന പേടകം ആ 18-ാം പടി കയറി ഉള്ളിലേക്ക് പോകുമ്പോൾ അത് കാണേണ്ട ഒരു കാഴ്ചയാണ്. കാരണം ഞാൻ കഴിഞ്ഞ തവണ നിന്നിരുന്നത് വലിയ നടപ്പന്തലിലാണ്. അവിടെ ഈ പേടകങ്ങൾ ഇങ്ങനെ വരുമ്പോൾ വലിയ നടപ്പന്തലിൽ 2 വശത്തുമായി ഭക്തർ ഇങ്ങനെ നിൽക്കുകയാണല്ലോ. അവരെല്ലാം ഉറക്കൊരു ശരണം വിളിയുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് അത്രയും വലിയൊരു ഉച്ചത്തിലൊരു ശരണം വിളിയുണ്ട്. സത്യത്തിൽ അവിടെ ഒരുപക്ഷെ റിപ്പോർട്ടിംഗാണ് നിൽക്കുന്നതെങ്കിൽ പോലും നമുക്ക് ഒരു വാക്ക് പോലും പറയാൻ പറ്റില്ല. ശരണം വിളിക്കാന്ന് മാത്രമേ ഉള്ളൂ. അതല്ല, നമ്മളെ എടുത്തങ്ങ് ഉയർത്തുകയാണ്. അതൊരു വലിയ ഊർജ്ജമാണല്ലോ. ശബ്ദത്തിന്റെ ഒരു ഊർജ്ജം ഉണ്ടല്ലോ. 1-2 പേരല്ല, 10 പേരും അല്ല. ഇപ്പോൾ തന്നെ പോലീസിന്റെ കണക്കനുസരിച്ച് ഏതാണ്ട് 1.5 ലക്ഷത്തിലധികം അയ്യപ്പന്മാർ ഈ സന്നിധാനത്തിന് ചുറ്റും, ഈ ക്ഷേത്രത്തിന് ചുറ്റും ഇപ്പോൾ തമ്പടിച്ചിരിപ്പുണ്ട്. ഇവരെല്ലാം ആ സമയത്തേക്ക് ആ നടപ്പന്തലിന്റെ കേന്ദ്രങ്ങളിലേക്ക്, ശബരീശ സന്നിധിയിലേക്ക് വരും.
അവരെ നിൽക്കേണ്ട സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഇവിടെ നിന്നെല്ലാം, അതായത് ഈ 360 ഡിഗ്രിയിലാണ് ഈ ശരണം വിളി. അത് മാത്രമല്ല ഇതിപ്പം പൂങ്കാവനത്തിലാണെങ്കിൽ ഏതാണ്ട് 18-20 സ്ഥലങ്ങളുണ്ട് ഈ മകര വിളക്ക് കാണാൻ സാധിക്കുന്ന 18-20 സ്ഥലങ്ങളുണ്ട്. അത് കോട്ടയം ജില്ലയിലുണ്ട്, ഇടുക്കി ജില്ലയിലുണ്ട്, പത്തനംതിട്ട ജില്ലയിലുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെയുണ്ട്. അവിടെയൊക്കെ ഭക്തന്മാർ പോയി തമ്പടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എനിക്ക് തോന്നുന്നു